എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടിയും വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ പരിപാടി? ആക്ടിംഗ് ചലഞ്ച്. യെസ്, ഇന്ന് നമ്മൾ ആക്ടിങ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഒരു പ്രിയ സബ്സ്ക്രൈബർ നമുക്ക് ഒരു ചലഞ്ച് തന്നേക്കാണ്. നമ്മുടെ ഒരു ആക്ടിങ് സ്കില്ല് കാണാൻ വേണ്ടിട്ട്. വൺ കോമഡി ആയിരിക്കും ഇന്നത്തെ ആക്ടിങ് സ്കിൽ. നമ്മൾ 3 സിനിമകളുടെ നല്ല അടിപൊളി സീൻസ് ഉണ്ട്. അത് നല്ല അടിപൊളിയാക്കി വെച്ച സീൻസ് ആണ്. അത് നമ്മൾ അഭിനയിക്കുമ്പോ തന്നെ എങ്ങനെ ഇരിക്കും എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വന്നാൽ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നമുക്ക് വെൽക്കം ചെയ്തതിനെ കൂടി. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ രണ്ടുപേരും അഭിനയിക്കുക കേട്ടോ. 2 പേർക്കും ഇതിനകത്ത് റോളുണ്ട്. ആദ്യം നമ്മൾ എടുക്കുന്ന സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടത്തിമറയത്തിനകത്തെ ഒരു സീനാണ്. കുറച്ച് റൊമാൻറ്റിക് ഇരിക്കട്ടെ. തട്ടം നിനക്കൊരു വീക്ക്നെസ് അല്ലേ? ഓള തട്ടുവിട്ട് കഴിഞ്ഞ എൻ്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ആ തട്ടത്തിനകത്തുള്ള മുഖം മാത്രം. തട്ടത്തിനുള്ള മുഖം മാത്രം. ഇവള് പറയുമ്പോഴത്തേനും അത് ഏത് രീതിയിൽ ഇരിക്കും നമുക്ക് അറിയേണ്ടിയിരിക്കണം. നമുക്ക് ഈ ഒരു ഡയലോഗാണ് ഇപ്പൊ നമ്മൾ ആക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ആക്ടിങ് തുടങ്ങാൻ വേണ്ടി പോവാണ്. ആദ്യം ആരാണ്? മനോജ് കജയൻ, മെയിൻ ക്യാരക്ടർ ടിൻസനാണ് ചെയ്യുന്നത്. അഭിനയം കണ്ടിട്ട് വേണം എനിക്ക് ചെയ്യാം. ഓക്കെ, നിന്റെ ഡയലോഗ് അറിയാലോ? തട്ടം നിനക്കൊരു വീക്ക്നെസ് ആണല്ലേ? സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. തട്ടം നിനക്കൊരു വീക്ക്നെസ് അല്ലേ? എന്റെ സാറേ, ഓള തട്ടിട്ട് കഴിഞ്ഞോണ്ടല്ലോ പിന്നെ ചുറ്റോളൊന്നും കാണാൻ കഴിയില്ല. ഓള തട്ടത്തിനകത്തുള്ള മുഖം മാത്രം. ഇത് കണ്ട് ഈ തട്ടിട്ടാണ് ബോധം കിട്ടുന്നത്. എന്നാ പിന്നെ നിന്റെ അഭിനയം നമുക്ക് കണ്ടു നോക്കാം. തട്ടം നിനക്കൊരു തട്ടം നിനക്കൊരു വീക്കനല്ലേ? ഇങ്ങോട്ട് സാറവിടെ. തട്ടം നിനക്കൊരു വീക്ക്നെസ് ആണല്ലേ? എന്റെ സാറേ, ചുറ്റുമുള്ളതും കാണാൻ പറ്റൂല. ഈ പൊട്ടത്തേക്ക് ഡയലോഗ് എന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞുതരാം. എന്റെ സാറേ, ഓളാ തട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയില്ല. ഡയലോഗ്. എന്റെ സാറേ, പ്രൈസലോടൊക്കെ പറയുന്ന പോലെ ഉണ്ടല്ലോ. എന്റെ സാറേ, ഓളാ തട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയില്ല. അവളുടെ എന്റെ സാറേ, ഓളെന്റെ തട്ടിട്ട് കഴിയുമ്പോ ചുറ്റുമുള്ളൊന്നും കാണാൻ കഴിയില്ല. ഓള തട്ടത്തിനുള്ളിലെ മുഖം മാത്രം. നെയ്മ്പോളിനൊക്കെ സമ്മതിക്കും. ഓക്കെ, റെഡി? 1 2 3 തട്ടം നിനക്കൊരു വീക്ക്നെസ് അല്ലേ? എന്റെ സാറേ, ഓളെ തട്ട വിട്ട് കഴിഞ്ഞാൽ ചുറ്റുമുള്ളതും കാണാൻ കഴിയൂല. എനിക്ക് ഇത്രയും മതി. ഓള തട്ടത്തിനുള്ളിലെ മുഖം മാത്രം. അതാണ് ലാസ്റ്റ്. ഓളെന്റെ തട്ടത്തിന്റെ മുഖം മാത്രം. ഓളെ തട്ടത്തിന്റെ മുഖം മാത്രം. മതി. ഇത് വൻ ശോകമായി മാറി. ഓള തട്ടത്തിനുള്ളിലെ മുഖം മാത്രം. തട്ടം. നീ തട്ടാല, നീ അവനെ. സോറി, ഞാൻ ലിങ്കോടെയാണ് മറന്നു. ഓക്കെ, ആക്ഷൻ. എന്റെ സാറേ, ഓളെ തട്ടിട്ട് കഴിഞ്ഞാൽ ചുറ്റുമുള്ളത് കാണാൻ കഴിയൂല. ഓളെ ആ തട്ടത്തിനുള്ള മുഖം മാത്രം. നമ്മുടെ ആദ്യത്തെ അഭിനയം കണ്ടല്ലോ. കോണ്ടാക്ട് ചെയ്യേണ്ടവർ താഴെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാര് കോണ്ടാക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല. തട്ടത്തിൽ പറയുന്ന ഡയലോഗ് എനിക്ക് പണ്ട് തൊട്ട് കേട്ട് അത് അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ അഭിനയം നിങ്ങൾ നോക്കരുത്. അടുത്തതിനകത്താണ് നമ്മൾ മെയിൻ ആയിട്ട് കാണാത്തതുകൊണ്ട് എനിക്ക് അഭിനയം അറിയത്തില്ല. പക്ഷെ ഇത് ഒരാളെ അഭിനയിച്ച് സെറ്റാക്കിയ സാധനമാണ്. പിന്നെ രണ്ടാമത് അഭിനയിക്കുമ്പോഴത്തേന് അത് എത്രത്തോളം സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നത്തില്ല. കാരണം എനിക്ക് അതുകൊണ്ടാണ് ഈ ഡസ്മാഷും ഈ ഒക്കെ ചെയ്യാൻ എനിക്ക് എന്തൊരു മടി പോലെ. ബട്ട് ഇത് നമുക്കൊരു ചലഞ്ച് സൗണ്ട് കൊടുത്ത് പറയാൻ ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഓൺ വോയിസിൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സൗണ്ട് കൊടുത്ത് പറയാൻ ഇഷ്ടമല്ല. കാരണം ഒരാൾ അഭിനയിച്ച് അടിപൊളിയാക്കിയത് പിന്നെ രണ്ടാമത് നമ്മൾ അഭിനയിക്കുമ്പോഴത്തേന് എത്രത്തോളം അത്ര സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കൊടുത്തേര് സംസാരിക്കുന്നത്. ഞാൻ സംസാരിച്ച ഇതുപോലെ ഇരിക്കും. അപ്പൊ നമ്മൾ നേരെ അടുത്തയിലേക്ക് പോവാണേ. അടുത്ത ഡയലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഞാൻ എന്ത് വേണേലും ചെയ്യാം, പോവരുത്. ഇച്ചിരി എളുപ്പമുള്ള ഡയലോഗ്. ഇത് നമുക്ക് സ്ഥിരം കേട്ട ഡയലോഗാ. എങ്കിലേ എന്നോട് പറ.
പക്ഷെ ഇങ്ങനെ പറയുമ്പോ നമുക്ക് സൗണ്ട് കൊടുത്ത് പറയുമ്പോ എളുപ്പവും കേട്ടോണ്ട്. പക്ഷെ നമ്മള് സ്വന്തം voice അതാണ് ഞാൻ ആദ്യം പറയുമ്പോ നമുക്ക് ടഫാണ്. കാരണം ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയണേ. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ഡയലോഗ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ സെറ്റ് ആകും. രണ്ടുപേരും ഉണ്ട്, രണ്ടുപേരും ഒരേ ഫ്രെയിമിലാണ് കേട്ടോ. അപ്പൊ തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഡയലോഗ് പഠിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തോന്നക്കര പഞ്ചായത്തിൽ അരി മുഴുവൻ പെറുക്കി എടുക്കില്ല. ഇത് ഇച്ചിരി എളുപ്പമാന്ന് തോന്നുന്നു. ഫസ്റ്റ് നിന്റെ ഡയലോഗാ തുടങ്ങിയത് കേട്ടോ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യും. ശരിക്കും ചിരി വരുന്നത് ഒന്നുകൂടെ പോവരുതെന്നുണ്ട് കേട്ടോ. പോവരുത്, അയ്യോ പോവരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് കേട്ടോ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. അയ്യോ പോവരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യും എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? ഇങ്ങനെ പോയി ഐ ലവ് പശു പശു ഓരയിടുന്ന ഇത് ഇതാ തോന്നിയത്. ഉള്ളീന്ന് പറഞ്ഞു, ഉള്ളീന്ന് ഐ ലവ് യു. സീനും കൂടെ നശിപ്പിക്കാൻ വേണ്ടിട്ട്. അയ്യോ അയ്യോ പോവല്ലേ. ആക്ഷൻ. എനിക്ക് ഡയലോഗ് മറന്നു കേട്ടോ. അയ്യോ അയ്യോ പോവില്ലേ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. പറയാതോ, നീയാണ് എടുത്ത ഡയലോഗ്. എന്നോട് പറ എന്ത് വേണേലും ചെയ്യും. ആ ഡയലോഗ്. അയ്യോ അയ്യോ പോവില്ലേ പോവില്ലേ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. അന്ന് എന്നോട് പറ ഐ ലവ് യു. ഐ ലവ് യു. ഇത് എന്തോന്ന് ഐ ലവ് യു? നല്ല വ്യക്തവും പുഷ്ടമായി പറയൂ. ഐ ലവ് യു. ഇത് സ്ക്രീനിലും ആ ഡയലോഗിലും ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് ഡയലോഗ് അറിയാത്തുള്ള എനിക്ക് എന്റേതായിട്ടുള്ള വോയിസ് ഉണ്ട്. അയ്യോ പോലെ 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 ഞാൻ എന്ത് വേണേലും ചെയ്യാം. അങ്ങനെയല്ല അവള് പറഞ്ഞത്. അയ്യോ പോലെ പോലെ ഞാൻ എന്ത് വേണേലും ചെയ്യാം. ഓക്കെ, എന്നാ ഞാൻ പറയുന്നത് ചെയ്യും. എന്ത്? ഐ ലവ് യു. ഐ ലവ് യു. അയ്യേ ഇതെന്തോന്ന് ഐ ലവ് യു? ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേന് നിങ്ങൾ ഒരിക്കലും ഇതുമായിട്ട് കമ്പയർ ചെയ്യല കേട്ടോ. ഈ സീൻസുമായിട്ട് കമ്പയർ ചെയ്യല്. ഇത് പുതിയ പുതിയ സീൻസ് തരും. അതെ, പുതിയ പുതിയ സീൻസ് തരും. നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യും അല്ലെ. സൗന്ദര്യമുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ ശരിയല്ല. അച്ഛൻ വല്ല കച്ചവടക്കാരനായിരുന്നെങ്കിൽ ഗോൾഡോ റബ്ബറോ ഉള്ളിയെങ്കിലും. ഇതാണ് ഡയലോഗ്. ഡയലോഗ് അറിയില്ല, നീ എനിക്ക് വേണ്ടി ഡബ് ചെയ്യും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. റെഡി, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. സൗന്ദര്യമാണ് ഏക ആശ്വാസം, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ പോരാ. അച്ഛൻ വല്ല ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരു റബ്ബറോ ഏലവോ വല്ല കപ്പലണ്ടി കച്ചവടമെങ്കിലും. എന്ത് പറയാൻ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഉമ്മറത്ത്. ആവുന്ന കാലത്ത് ഒരു ബിസിനസ്സും തുടങ്ങിയിട്ട് ഒരു കുറിയിലും ചേർന്നിട്ടില്ല. ഫുൾ ആക്ഷൻ ആണല്ലോ. ഫുൾ ആക്ഷൻ ഇട്ട് തകർക്കുമായിരുന്നല്ലോ അമ്മൂട്ടി. സൗന്ദര്യമാണ് ഏക ആശ്വാസം, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ പോരാ. അച്ഛൻ വല്ല ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ വല്ല റബ്ബറോ ഏലോ അത്യാവശ്യം ഒരു കുരുമുളകെങ്കിലും. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ല ഉമ്മറത്ത് തന്നെ. രാവിലെ തന്നെ ആവുന്ന നേരത്തെ ഒരു ബിസിനസ്സും തുടങ്ങിയില്ല, ഒരു കുറിയിലും ചേർന്നിട്ടില്ല. ഫാമിലി സെറ്റപ്പ് ഒന്നും അത്ര ശരിയല്ല. എങ്ങനെയില്ല ഓവറാകുന്നുണ്ടോ സംശയമുണ്ട്. ഇല്ലാത്ത ഡയലോഗ് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇത് കയ്യിൽ നിട്ടതാണ് ഗൈസ്. അപ്പൊ ആക്ടിങ് ചാലഞ്ചില് നമ്മള് രണ്ടുപേരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയാ, നിങ്ങൾ പറഞ്ഞ ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ആക്ട് ചെയ്തു. ഒരിക്കലും ഇത് സിനിമയുമായിട്ടും ആ ഒരു സീനുമായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യുന്നത് അഭ്യർത്ഥനയാണ്, അല്ലെ, അപേക്ഷയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. യെസ്. അപ്പൊ ഇതുപോലെ തന്നെ നല്ല നല്ല ചലഞ്ചസ് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക, അല്ലെ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ടാവുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.